താൻ ബി ജെ പിയിലേക്കില്ലെന്ന് ഡോക്ടർ ശശി തരൂർ എം പി വെളിപ്പെടുത്തുന്നു. പ്രധാനമന്ത്രിയെക്കുറിച്ചുള്ള ലേഖനം ബി ജെ പിയിൽ ചേരാനുള്ളതായി ആരും കാണരുത്. ലേഖനം ദേശീയ ഐക്യത്തെക്കുറിച്ചാണെന്നും ഡോക്ടർ തരൂർ പറയുന്നു. കുറച്ച് ദിവസങ്ങളായി തരൂർ ബി ജെ പിയിലേക്ക് യാത്ര തുടങ്ങിയോ എന്നുള്ള സംശയം പലരും പറഞ്ഞിരുന്നു. പ്രത്യേകിച്ച് കോൺഗ്രസ് നേതൃത്വം ഡോക്ടർ തരൂരിനെ വേണ്ട രീതിയിൽ പരിഗണിക്കുന്നില്ല എന്നൊരു പരാതി അദ്ദേഹത്തിനുണ്ടായിരുന്നു. ലോക്സഭയിൽ തന്നെ അദ്ദേഹത്തിന് പ്രസംഗിക്കാൻ പോലും അവസരങ്ങൾ കുറയുന്നു എന്ന വർത്തമാനമൊക്കെ പുറത്ത് കേൾക്കുമ്പോഴാണ് അദ്ദേഹം ബി ജെ പി ക്യാമ്പിലേക്ക് നീങ്ങുന്നതായി സംശയം വന്നത്. ഡൽഹിയിൽ നിന്ന് അജീഷ് ജയകുമാർ അപ്ഡേറ്റ് ചെയ്യും. അജീഷ്, ഡോക്ടർ തരൂർ ബി ജെ പിയിലേക്കില്ല എന്ന പ്രസ്താവന അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചതാണോ അതോ പിന്നെയും സംശയങ്ങൾ ബാക്കിയാണോ? ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് അത്തരത്തിലുള്ള ഒരു പ്രതികരണമാണ് വന്നിട്ടുള്ളത്. അദ്ദേഹം ഇപ്പോൾ റഷ്യയിലാണ്. റഷ്യയിൽ അദ്ദേഹം ഔദ്യോഗിക സന്ദർശനത്തിന്റെ ഭാഗമായിട്ടാണ് ഉള്ളത്. ഇതിനിടയിലാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് കഴിഞ്ഞ ദിവസം ദ ഹിന്ദു ദിനപത്രത്തിൽ ഒരു ലേഖനം, പ്രധാനമന്ത്രിയെ പുകഴ്ത്തിക്കൊണ്ടുള്ള ഒരു ലേഖനം വന്നത്. അത് ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷമുള്ള കുറച്ച് കാര്യങ്ങളായിരുന്നു അദ്ദേഹം ആ ലേഖനത്തിൽ പ്രധാനമായും പറഞ്ഞത്. അക്കാര്യത്തിൽ അതിൽ പ്രധാനമന്ത്രിയെ വാനോളം പുകഴ്ത്തുന്നുമുണ്ട്. ഈ വിഷയത്തിൽ വലിയൊരു വിമർശനം തരൂരിനെതിരെ ഉണ്ടായിരുന്നു. അതിൽ പ്രധാനപ്പെട്ട കാര്യം, ഈ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം കേന്ദ്ര സർക്കാരിനോട് കൂടുതൽ അടുക്കുന്ന ഒരു തരൂരിനെയാണ് ഈ ദിവസങ്ങളിൽ കണ്ടുകൊണ്ടിരുന്നത്. ഇതിനെതിരെ കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ ഒരു വിഭാഗം നേതാക്കൾ തന്നെ രംഗത്തെത്തുകയും ചെയ്തിരുന്നു. അദ്ദേഹം ബി ജെ പിയിലേക്ക് പോകുന്നു എന്ന തരത്തിലുള്ള അഭ്യൂഹങ്ങളും പലരും പ്രചരിപ്പിച്ചിരുന്നു. പക്ഷേ അദ്ദേഹം ഇപ്പോൾ അസന്ദിഗ്ധമായി പറയുകയാണ്, താൻ ബി ജെ പിയിലേക്ക് അതിന്റെ ചായ്വിന്റെ ലക്ഷണമല്ല ഈ ലേഖനം എന്നത്. അത് ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷമുള്ള രാജ്യത്തിന്റെ ഐക്യത്തിനെ കുറിച്ച് ഉള്ള ഒരു ലേഖനം മാത്രമാണത്. അല്ലാതെ പ്രധാനമന്ത്രിയുടെ ഓഫീസ് തന്നെ ഈ ലേഖനം പങ്കുവച്ചതിന് പിന്നിലും മറ്റൊരു ഉദ്ദേശമില്ലെന്നാണ് തരൂർ ഇപ്പോൾ ഒരു പ്രസ്താവനയായി ഇറക്കിയിരിക്കുന്നത്. താങ്ക് യു അജീഷ് ജയകുമാർ.